റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ആഗ്രഹിച്ചിരുന്നു ഉമറിൻ്റെ ഇസ്ലാം പ്രവേശം. ഉമർ ഇസ്ലാമിലേക്ക് വന്നെങ്കിലെന്ന് റസൂൽ പ്രാർത്ഥിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഉമർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിലേക്ക് ഉമർ കടന്നു വന്നപ്പോൾ ഒരു വ്യക്തിയായിരുന്നില്ല, ഒരു കാലഘട്ടമായിരുന്നു കടന്നു വരുന്നത്. അന്നോളം മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നതിനേക്കാൾ വലിയ ഒരു അന്തസ്സും ധൈര്യവും അവർക്ക് ലഭിച്ചുവെന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ വായിക്കുന്നു. പിന്നീട് ആ ഉമറിന് എന്ത് സംഭവിച്ചു? ഒരു വ്യക്തിയിൽ ഇസ്ലാമിൻ്റെ വെളിച്ചം കടക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് ഉമറിൻ്റെ ഇസ്ലാം പ്രവേശം. എല്ലാ ആളുകൾക്കും പൊതുവായ കുറേ മാതൃകകളുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വ്യത്യസ്തനാണ് എല്ലാ കാര്യങ്ങളിലും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിന് ചുവട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആകാശത്തിന് ചുവട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഉമറിനെയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്. പണ്ടുള്ള ആളുകള്, അനസ് റളിയല്ലാഹു അൻഹു പറയാ, പണ്ടുള്ള ആളുകള് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത് പോലെ ഉമറിനെയും അബൂബക്കറിനെയും ഉമർ മാറുകയായിരുന്നു. പാതിരാവുകളിൽ ഉണർന്ന് പാവപ്പെട്ടവരുടെ കുടിലുകൾ തേടി നടക്കും ഉമർ. പകല് സമയമില്ല അദ്ദേഹത്തിന്. യൂഫ്രട്ടീസിന്റെ തീരത്തോളം പ്രവിശാലമായി കിടക്കുന്ന അതിരറ്റ ഒരു സാമ്രാജ്യത്തിന്റെ ഉടമയാണ് ഉമർ. ഉമറിന് പകല് സമയമില്ല. രാത്രിയെ അദ്ദേഹം മൂന്നായിട്ട് തിരിച്ചിരുന്നു. ഉറങ്ങും, നിസ്കരിക്കും, പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും. സുബഹിന്റെ മുമ്പായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും അദ്ദേഹം. അങ്ങനെയുള്ള ആ ഇറക്കത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ സ്വഹാബികൾ മത്സരിച്ചിരുന്നു. കാരണം ജീവിതാനുഭവങ്ങളുടെ യാത്രയായിരുന്നു അത്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് അസ്ലം റളിയല്ലാഹു അൻഹുവാണ്. രണ്ടാളുകളും പോവാണ്. കുറേ ദൂരെ ഒരു ചെറിയ വെളിച്ചം കണ്ട്, ഒരു ചെറിയ കുടിലുണ്ട്, ഒരു പുരയുണ്ട്. അങ്ങോട്ട് ചെന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. സലാം അടക്കുന്നില്ല. പിന്നെയും പിന്നെയും സലാം പറഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം സലാം പറഞ്ഞപ്പോഴാണ് ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഉമർ ചോദിച്ചു, എന്തിനാണ് ഉമ്മ കരയുന്നത്? അവർ മറുപടി പറഞ്ഞില്ല. പിന്നെയും ഉമർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ കുട്ടികൾ കരയുന്നത് കൊണ്ട് കരയാണ്. അതെന്തിനാണ് ഉമ്മയുടെ കുട്ടികൾ കരയുന്നത്? എൻ്റെ കുട്ടികൾ കരയുന്നത് വിശന്നിട്ടാണ്. അപ്പോൾ ഇവിടെ ഭക്ഷണമൊന്നുമില്ലേ? ഇല്ല, ഇവിടെ ഭക്ഷണമൊന്നുമില്ല. ഇവിടെ ഇത്രയും നേരമായിട്ട് ആ കുട്ടികളൊന്നും കഴിച്ചിട്ടില്ലേ? ഒന്നും കഴിച്ചിട്ടില്ല. എൻ്റെ കുട്ടികൾ കരഞ്ഞ് കരഞ്ഞ് ക്ഷീണിച്ചുറങ്ങിപ്പോയി. ആ കുട്ടികളുടെ വിശപ്പോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ഇത് കേട്ടപാടെ ആ നാടിൻ്റെ ഭരണാധികാരി കൂടെയുള്ള സ്വഹാബിയെ അവിടെ നിർത്തിയിട്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. കുറച്ച് ആട്ടപ്പൊടിയും ചപ്പാത്തി ചുടുന്ന കല്ലും കുറച്ച് നെയ്യും എടുത്ത് വീട്ടിൽ നിന്ന് വീണ്ടും ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് പിന്നെയും പോണത്? അപ്പം നിങ്ങൾ തിരിച്ചു വന്നതല്ലേ? അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാനിങ്ങനെ ഒരു പാവ ഉമ്മയെയും മക്കളെയും കണ്ടിട്ടുണ്ട്. ഇത്ര നേരമായിട്ട് ആ കുഞ്ഞുങ്ങളുടെ തൊണ്ട നനക്കാൻ അന്നമില്ല ആ വീട്ടിൽ. അവർക്ക് വല്ലതും കൊടുത്തു വരാം. നീ എൻ്റെ കൂടെ വരുന്നോ? സ്വർഗം കിട്ടും. അല്ല, നിനക്ക് ഉറങ്ങണമെങ്കിൽ നീ ഉറങ്ങിക്കോന്ന് പറയും. സ്വർഗമെന്ന് കേട്ടതോടുകൂടി ആ പ്രിയങ്കരിയായ പ്രിയതമ ഭർത്താവിൻ്റെ കൂടെ ഇറങ്ങി. രണ്ടാളുകൾ ആ ഉമ്മയുടെ വീട്ടിലെത്തി. ഉമ്മയോട് അടുക്കളയിൽ നിന്ന് കുറച്ചു നേരം ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. ഉമ്മ മാറി നിന്നു. ആ നാടിൻ്റെ ഭരണാധികാരിയും ഭരണാധികാരിയുടെ പ്രിയങ്കരിയായ ഭാര്യയും അടുക്കളയിൽ കയറി ചപ്പാത്തി ചുട്ട് നെയ്യ് പുരട്ടി ആ പാവ ഉമ്മയ്ക്കും പിഞ്ചുമക്കൾക്കും അത് വിളമ്പിക്കൊടുത്ത് അവരത് ആർത്തിയുടെ ആനന്ദത്തോടെ മുഴുവനും കഴിക്കുന്നത് കണ്ട് സന്തോഷിച്ച് ആ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഒന്നാമതായി പറഞ്ഞു, ഞാൻ ഈ ചെയ്തു തന്ന കാര്യം ഉമ്മ ഒരാളോടും പറയരുത്. അങ്ങനെ നിങ്ങൾ പറയണത് എനിക്ക് പൊരുത്തമില്ല എന്ന് പറഞ്ഞു. ഒരാളോടിത് പറയരുത് കേട്ടോ. പക്ഷെ നിങ്ങൾ ഒരാളോടിത് പറയണം. ആരോട്? റബ്ബിനോട് പറയണം. കാരണം അതിനു മാത്രം തെറ്റുകളും കുറ്റങ്ങളും ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ പാതിരാവിൽ ഉമ്മയുടെ വീട്ടിലേക്ക് കയറി വന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഉമ്മ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അത്ര മതി. അപ്പം ആ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്. അവർ പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഈ നാടിൻ്റെ ഭരണാധികാരികളാകേണ്ടത്.
നാടിൻ്റെ ഖലീഫയാകേണ്ടത് നിങ്ങളെപ്പോലുള്ള ആളുകളാണ്. നാടിൻ്റെ ഖലീഫ തന്നെയാണ് പാതിരാവിലെ ആ പാപം കുടിലിൽ കയറി വന്ന് ആ മക്കൾക്കും ആ ഉമ്മയ്ക്കും തൊണ്ട നനക്കുവാൻ അന്നം കൊടുത്തത് എന്ന് അപ്പോഴും ആ ഉമ്മ അറിഞ്ഞിട്ടില്ല. പരിചയപ്പെടുത്താൻ നിന്നില്ല ഉമർ. അടുത്ത വീട്ടിലെ വിശപ്പ് തേടിയിട്ട് യാത്രയാവുകയാണ്. ഇതായിരുന്നു ഉമർ. ലൗ മാത ശാത്തുൻ അലാ ശത്തിൽ ഫുറാത്ത് ലകാന ഉമറു മസ്ഊലൻ അൻഹു യൗമൽ ഖിയാമ. യൂഫ്രട്ടീസിൻ്റെ തീരത്ത് ഒരാടിൻ്റെ കുട്ടി വിശന്ന് ചത്താൽ അതിൻ്റെ പേരിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടുമല്ലോ എന്ന് പേടിച്ച് കരഞ്ഞ് പാതിരാവുകളിൽ ഉറക്കമടച്ച പാവം ഉമറായി മാറി ആ പഴയ ഉമർ. ഇതെന്താണ്? ഇതൊരു വെളിച്ചത്തിൻ്റെ കടന്നുവരവാണ്. എത്രയോ കാലം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ജീവിതത്തിലെ വലിയ ഒരു ആയുസ് ജാഹിലിയത്തിലായിരുന്നു അവർ. പിന്നെ അവർ വെളിച്ചത്തിലേക്ക് കടന്നു വരികയാണ്. അവരുടെ ജീവിതം മാറുകയാണ്. അമലുകൾ കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട് ധന്യമാവുകയായിരുന്നു പിന്നെ അവരുടെ ജീവിതം. അദ്ദേഹം ഒരിക്കൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അബൂ മൂസ, നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ കഴിഞ്ഞ ആളുകളാണ്, ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ആളുകളാണ്, ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് റസൂലിനെ സംരക്ഷിച്ച ആളുകളാണ്. നമുക്കതൊക്കെ മതിയില്ലേ? പരലോകത്ത് അള്ളാഹു നമ്മളെ സംരക്ഷിക്കൂലേ? നമ്മൾ അതുകൊണ്ടൊക്കെ രക്ഷപ്പെടൂലേ എന്ന്. അപ്പോ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, ആരാണ് അദ്ദേഹം? ഉമറിനോളം പ്രസിദ്ധനായൊരു സഹാബിയൊന്നുമല്ല, പക്ഷേ ഉമറിന്റെ വിനയമാണത്. സഹാബികളുടെ കൂട്ടത്തിലുള്ള മറ്റുള്ള ആളുകളോടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. ഒരിക്കലൊരു സഹാബിയോട് ചോദിച്ചു, എന്താണ് ഈ തഖ്വ? ചെറിയ ചെറിയ കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉമർ അവരെ വാരി പിടിച്ചിട്ട് പറയും, മക്കളെ, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ യാതൊരു തെറ്റും കലരാത്ത ജീവിതമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹ് കേൾക്കും. ഒരു കുരുവി പാട്ട് പാടുമ്പോൾ ആ കുരുവിയെ നോക്കിക്കൊണ്ട് പറയും, നിനക്ക് പാട്ട് പാടാം, കാരണം നിനക്ക് പ്രത്യേകിച്ച് ബാധ്യതകളൊന്നുമില്ല, നിനക്ക് പാട്ടും പാടി നടന്നാൽ മതി. ഞാനൊരു കുരുവിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഇങ്ങനെ ജീവിതത്തെ വല്ലാതെ പരലോകം കൊണ്ട് സ്വാധീനിക്കപ്പെട്ട ജീവിതമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. വല്ലാതെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ ഒരു കാലത്ത് എല്ലാ ജോലിക്കാർക്കും ശമ്പളം കൂട്ടി. പക്ഷെ ഖലീഫയുടെ ശമ്പളം മാത്രം കൂട്ടിയില്ല. അദ്ദേഹം ശമ്പളം കൂട്ടിയില്ല എന്ന് മാത്രമല്ല, കൂടുതൽ അദ്ദേഹത്തിന്റെ വീട് കഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പൊ കുറച്ച് സ്വഹാബികൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ അപ്പോ ഈ സ്വഹാബികളെല്ലാം കൂടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെ ഉമറിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് പറയാൻ പറഞ്ഞു, ശമ്പളം നിങ്ങളുടേതും കൂട്ടണം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഹഫ്സ, നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന് എനിക്കറിയാം. നിന്റെ ഭർത്താവായിരുന്നില്ലേ അള്ളാഹുവിന്റെ റസൂൽ? ആ റസൂലിന് എത്ര വസ്ത്രമുണ്ടായിരുന്നു? എത്ര വസ്ത്രമുണ്ടായിരുന്നു? പറയ്, എത്ര വസ്ത്രം കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചത്? ഹഫ്സ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 1 2 3 ഏതായാലും ഇല്ല, 2 കൂടുതലില്ല. അല്ലേ? നിന്റെ ഭർത്താവായ അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് കഴിച്ച ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ് എന്ന് പറയോ? ഏറ്റവും നല്ല ഭക്ഷണം, അഷ്റഫുൽ ഖൽഖായ അള്ളാഹുവിന്റെ റസൂല് ഈ ലോകത്ത് കഴിച്ച ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. റസൂലിന്റെ പ്രിയതമയായ ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമർ റളിയല്ലാഹുവിന്റെ മകൾ, പറഞ്ഞു കൊടുത്തു, കട്ടിയില്ലാത്ത പത്തിരിയും. ഇതാണ് നമുക്ക് മടുത്തുപോയ ഭക്ഷണമാണ്, നമ്മൾക്ക് മടുത്തുപോയ ഭക്ഷണമാണ് കട്ടിയില്ലാത്ത പത്തിരി. ഇതാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അവരൊന്നും അനുഭവിക്കാത്തൊരു സുഖം എനിക്ക് വേണ്ടെന്ന്. ഇതായിരുന്നു മറുപടി. അപ്പോ അത്രയധികം ദുനിയാവ് സ്വാധീനിക്കാതിരിക്കുകയും പരലോകം സ്വാധീനിക്കുകയും ചെയ്തൊരു വ്യക്തിത്വമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആളാണെങ്കിലും നമുക്കിതൊക്കെ പ്രസംഗിക്കാനുള്ള വിഷയമാണ്. ദുനിയാവിനോടുള്ള പ്രേമവും ദുനിയാവിനോടുള്ള അനുരാഗവും ഉള്ളിൽ തിളച്ചുമറിയുന്നവരാണ് നമ്മൾ. പ്രസംഗിക്കാൻ എന്ത് ബാധ്യത, എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? ഇത്രയും വലിയ മഹാരഥന്മാരുടെ ജീവിതത്തെക്കുറിച്ച് വിശദീകരിക്കാൻ പോലുമുള്ള
യോഗ്യതയില്ലാത്ത ആളുകളാണ് നമ്മൾ. ഉമർ റളിയല്ലാഹു അൻഹു അബൂ മൂസൽ അശ്അരി ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞപ്പോൾ നമ്മളൊക്കെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, നമ്മൾ റസൂലിന്റെ കൂടെ ജീവിച്ച ആളുകളല്ലേ, ഒരുപാട് ത്യാഗം സഹിച്ച ആളുകളല്ലേ, അതുകൊണ്ട് രക്ഷപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടി എന്താണെന്നറിയോ? ഉമറിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. അവയ്ക്കെല്ലാം നമ്മൾ ചെയ്ത എല്ലാ ത്യാഗങ്ങൾക്കും നമ്മൾ അനുഭവിച്ച സങ്കടങ്ങൾക്കും റസൂലിന്റെ കൂടെ നിന്ന് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കും കൂലി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ്. കോട്ടങ്ങളില്ലാതെ ഈ ലോകം വിട്ടുപോകാനും അള്ളാഹുവിന്റെ തിരുമുഖം കാണാനുമുള്ള അവസരമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരാളെ മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ആളുകളോടൊക്കെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകൂ എന്ന് പറയുന്ന ഒരു സമയത്ത് ആ മാറ്റി നിർത്തപ്പെട്ട ആള് ഞാനാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. ആരാ പറയുന്നത്? സ്വർഗം ഉണ്ട് എന്ന് സന്തോഷ വാർത്ത കിട്ടിയ ഉമറ പറയുന്നത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാം, ഒരാളെ മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാവരോടും, സഹാബികളുടെ കൂട്ടത്തിലുള്ള സർവ്വ ആളുകളോടും നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോയിക്കോളൂ എന്ന് പറയുമ്പോൾ ആ ഒരാൾ ഞാനാവുകയും ചെയ്യുമോ എന്ന് പോലും പേടിക്കുന്നുണ്ട് എന്ന് പറയാണ്. അത്രയധികം സ്വാധീനിക്കപ്പെട്ടിരുന്നു എന്നർത്ഥം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഹഫ്സ് ബിനു അബിൽ ആസ് എന്ന സ്വഹാബിയെ സൽക്കാരത്തിന് വിളിച്ചു. സൽക്കാരത്തിന് എന്തോ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഹഫ്സ് ആ ഭക്ഷണം കഴിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ആ പാത്രത്തിലേക്ക് നോക്കി. ശരിയാണ്, അത് കഴിക്കാൻ കുറച്ച് പ്രയാസമുള്ളതാണ്, നല്ല കട്ടിയുള്ള റൊട്ടിയാണ്, പിന്നെ എന്തോ ഒരു ചെറിയ കറിയുമുണ്ട്. ഇതാണ് ആകെ വിരുന്നുകാരൻ അവിടെ ഉണ്ടാക്കാനുള്ള ഭക്ഷണം, അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അത് കഴിക്കാതിരുന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഹഫ്സേ, നമ്മളെ നാട്ടിലെ ഏറ്റവും മുന്തിയ പണക്കാരായ ആളുകൾ പോലും കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ അവരേതാണ് കഴിക്കുക എന്ന് എനിക്കറിയാം, ആ ഭക്ഷണം ഉണ്ടാക്കാനും എനിക്കറിയാം, ഒരുപാട് കഴിച്ചവനുമാണ് ഞാൻ. പക്ഷേ അള്ളാഹുവാണ് സത്യം, എന്റെ നന്മകൾ കുറയുമോ എന്ന പേടിയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ പോലെ നിങ്ങളോടൊപ്പം ഞാനും വലിയ സുഖജീവിതം നയിക്കുമായിരുന്നു. എന്റെ മുമ്പ് കഴിഞ്ഞുപോയത് അള്ളാഹുവിന്റെ റസൂലാണ്. റസൂൽ ആഡംബരം ഉള്ള ജീവിതം നയിച്ചിട്ടില്ല. പിന്നെ എന്റെ മുമ്പ് കഴിഞ്ഞു പോയത് അബൂബക്കർ സിദ്ദീഖാണ്. അദ്ദേഹം ആഡംബരമുള്ള ജീവിതത്തെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ത്യാഗപൂർണമായൊരു ജീവിതത്തിലേക്ക് നടന്നെടുത്ത ധീരനായ എന്റെ മുൻഗാമിയാണ്. അവരൊന്നും അനുഭവിക്കാത്തൊരു സുഖം അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്. അദ്ദേഹം പറയുന്നുണ്ട്, ഇഹലോക ജീവിതത്തെ വലുതായി തോന്നുന്ന ഒരാൾക്ക്, ഇവിടെയുള്ള നേട്ടങ്ങളെ, ഇവിടെയുള്ള സുഖങ്ങളെ, ഇവിടെയുള്ള സൗഭാഗ്യങ്ങളെ വലുതായി തോന്നുന്ന ഒരാൾക്ക് അള്ളാഹുവിന് ശരിയായ രീതിയിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടാണ്. ശരി, സുഖങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പരലോകം എന്നത് പ്രസംഗിക്കാനുള്ളൊരു വിഷയമാണ്. നമ്മളെ സ്വാധീനിക്കുന്നൊരു കാര്യമായി അത് മാറുന്നുണ്ടെങ്കിൽ അന്നു മുതൽ ജീവിതത്തിന് പുതിയൊരു വെളിച്ചം കൈവരും. ജീവിതത്തിന് പുതിയ ഒരു വെളിച്ചം കൈവരും. ആ വെളിച്ചത്തിന്റെ നടുവിലായിരിക്കും പിന്നെ നമ്മുടെ ജീവിതം. നമ്മൾ കേട്ടിട്ടുണ്ടാകും ഒരു കഥ, ഞാൻ അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിശന്നൊട്ടിയ ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയാണ്. സഹിക്കാൻ കഴിയാത്ത വിശപ്പ് കൊണ്ട് പുറത്തേക്കിറങ്ങി. അങ്ങനെ മദീന പള്ളിയുടെ ഓരത്തിരിക്കുന്ന സമയത്ത് രാത്രിയാണ്, സന്ധ്യയായിട്ടുണ്ട്. അപ്പൊ വേറെ ഒരാൾ നടന്നു വരുന്നുണ്ട്. നമ്മൾ കേട്ട സംഭവമാണ്. അത് അബൂബക്കർ സിദ്ദീഖായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശ്നവും വിശപ്പായിരുന്നു. മൂന്നാമത്തെ ഒരാൾ വന്നു, അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മൂന്നാമത്തെ ആളുടെ പ്രശ്നവും വിശപ്പായിരുന്നു. അപ്പൊ അവരാലോചിക്കുകയാണ്, എങ്ങനെ ഒരു പരിഹാരം, എന്താണ്, എവിടെന്നെങ്കിലും ഒരു ഭക്ഷണം കിട്ടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ട് ഒരാൾ, എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും എനിക്ക് വേണ്ടി കുറച്ചെങ്കിലും ബാക്കിയാക്കുന്ന ഒരാളുണ്ട്. അതാരാണ്? അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. റസൂൽ മദീനയിൽ വന്നപ്പോൾ ആദ്യമായി അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിച്ചത്. അന്നു മുതൽ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരംഗമായിട്ട് റസൂലുള്ളാഹിയെ പരിഗണിച്ചു. എന്തൊരു ഭക്ഷണം ഉണ്ടാക്കിയാലും
കുറച്ചെങ്കിലും റസൂലുള്ളാഹിക്ക് അദ്ദേഹം എടുത്തു വെക്കും. റസൂൽ വന്നിട്ടില്ലെങ്കിൽ, റസൂൽ വരാറില്ല, വരുന്നുണ്ടെങ്കിൽ കാത്തിരിക്കും, വരുമോ എന്ന് കൊതിച്ചിരിക്കും. വരൂല, അദ്ദേഹവും മക്കളും അത് വൈകുന്നേരം കഴിക്കും. ഇങ്ങനെ എടുത്തു വെക്കുന്ന ഒരാളാണ് റസൂൽ എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവർ 3 പേരും ചെന്നു. ആ വീട്ടിലേക്ക് എത്തിയപ്പോ അവിടെ ഉമ്മു അയ്യൂബ് മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. അവര് സന്തോഷം കൊണ്ട്, അവരുടെ മനസ്സ് ആകെ ആഹ്ലാദം കൊണ്ട് നിറഞ്ഞു. കാരണം ഈ ലോകത്ത് നമ്മുടെ വീട്ടിലേക്ക് വരാവുന്ന ഏറ്റവും നല്ല 3 അതിഥികളാണ് ആ വീട്ടിലേക്ക് കയറി വരുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല. റസൂലുള്ളാഹി ചോദിച്ചു, അബൂ അയ്യൂബ് എവിടെയാണ്? സലാം പറഞ്ഞ് റസൂലുള്ളാഹി ചോദിച്ചു, അബൂ അയ്യൂബ് എവിടെയാണ്? അപ്പുറത്തുണ്ട്, തോട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഇവർ വേഗം ഓടിയിട്ട് അബൂ അയ്യൂബ് അൻസാരിയെ വിളിച്ചുകൊണ്ടുവന്നു. അദ്ദേഹം അവിടെ കണ്ട ഈ ഈത്തപ്പഴത്തിന്റെ തോട്ടമാണ്. ആ ഈത്തപ്പഴത്തിന്റെ തോട്ടത്തിൽ കുറെ ഈത്തപ്പഴം പറിച്ചു. അതിൽ പഴുത്തതുണ്ട്, മുക്കാത്തതൊക്കെ ഉണ്ട്. ഇതൊക്കെ കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് വാരിപ്പുണർന്നു. റസൂലുള്ള വാരിപ്പുണരുന്നതിനിടയിൽ നോക്കിയത് ആ ഈത്തപ്പഴക്കൂട്ടത്തിലേക്കാണ്. എന്നിട്ട് പറഞ്ഞു, എന്തിനാണ് പഴുക്കാത്തത് പറിച്ചത്? പഴുത്തിട്ട് പറിച്ചാൽ പോരെയിരുന്നോ? കാരുണ്യത്തിന്റെ മഹാദൂതൻ പറയാണ്, സ്നേഹത്തിന്റെ മഹാഗായകൻ പറയുകയാണ്, പഴുത്തിട്ട് പറിച്ചുകൂടായിരുന്നോ? ആ ഈത്തപ്പഴത്തിന്റെ അവകാശമാണ് പഴുക്കുന്നത് വരെ അവിടെ നിൽക്കുക എന്നുള്ളത്. അതെന്തേ കൊടുക്കാതിരുന്നതെന്നാണ് ചോദിച്ചത്. അപ്പൊ അബൂ അയ്യൂബ് അൻസാരി പറഞ്ഞു, ഞാൻ ആ സന്തോഷത്തിനിടയിൽ പറ്റിപ്പോയതാണ് റസൂലെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടുകാരെയും അദ്ദേഹം സൽക്കരിച്ചു എന്നാണ്. ചപ്പാത്തി ചുട്ടു, ഒരാടിനെ അറുത്ത് കറി ഉണ്ടാക്കി. നിങ്ങൾ കേൾക്കണം, ആടിനെ അറുത്ത് കറി ഉണ്ടാക്കി, ചപ്പാത്തിയും ഉണ്ടാക്കി. അത് റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് വെച്ചപ്പോ അതിൽ നിന്ന് കുറച്ച് പത്തിരി എടുത്തിട്ട് അതിലേക്ക് കറി പാർന്നിട്ട് ആ പാത്രം ഉമ്മു അയ്യൂബ് അൻസാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? ഇതെന്റെ മകൾ ഫാത്തിമക്ക് കൊടുക്കണം, ഇതെന്റെ മോള് ഫാത്തിമക്ക് കൊടുക്കണം. അവൾ ഇങ്ങനെ ഒരു ഭക്ഷണം കണ്ടിട്ടും കഴിച്ചിട്ടും എത്രയോ കാലമായിട്ടുണ്ടാവും. ഒരു പിതാവിന്റെ നോവുന്ന ഹൃദയമാണത്, ഒരു പിതാവിന്റെ പിടക്കുന്ന മനസ്സാണത്. റസൂലുള്ളാഹി പറയാണ്, ഇതെന്റെ മോൾക്ക് കൊടുക്കണം. നമ്മളൊരു നല്ല ഭക്ഷണം കിട്ടിയാൽ നമ്മുടെ മക്കളെ ആലോചിക്കൂലേ? വീട്ടിൽ നല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മുഖം ഒന്ന് മിന്നിമറയും. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളൂ. മനുഷ്യൻ എന്ന രീതിയിൽ അള്ളാഹുവിന്റെ റസൂല് സാധാരണക്കാരനായിരുന്നു. പ്രവാചകൻ എന്ന രീതിയിൽ അള്ളാഹുവിന്റെ റസൂൽ അസാധാരണക്കാരനുമായിരുന്നു. പ്രവാചകൻ എന്ന രീതിയിൽ നമ്മളെപ്പോലെയല്ല, പക്ഷെ മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളെപ്പോലെ സങ്കടവും വേദനയും പ്രയാസങ്ങളും മനോദുഃഖവും കണ്ടിരുന്നു. ഇസ്ലാം ഒരു വെളിച്ചമാണ്. വെളിച്ചം ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്നതാണ് വെളിച്ചം. വെളിച്ചമാണ് സത്യം, ഇരുട്ടില്ല. ഇരുട്ട് എന്ന് പറഞ്ഞൊരു സംഗതിയേ ഈ ലോകത്തില്ല. വെളിച്ചം എവിടെ ഇല്ലാതെയാകുന്നുവോ അവിടെ ഉണ്ടാകുന്നതാണ് ഇരുട്ട്. വെളിച്ചം പുറത്തേക്ക് വരുന്ന ടോർച്ചുണ്ട്, എന്നാൽ ഇരുട്ട് പുറത്തേക്ക് വരുന്ന ടോർച്ചുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഇരുട്ടിന് എക്സിസ്റ്റൻസ് ഇല്ല, ഇരുട്ടിനൊരു അസ്തിത്വമില്ല. അതാണ്. ഇരുട്ടുള്ളൊരു റൂമിലേക്ക് വെളിച്ചം കൊണ്ടുവരാൻ പറ്റും, എന്നാൽ വെളിച്ചമുള്ളൊരു റൂമിലേക്ക് ഇരുട്ട് കൊണ്ടുവരാൻ പറ്റൂല. എന്തുകൊണ്ട്? ഇരുട്ടില്ല. ജാഹിലിയത്ത് എന്ന ഇസ്ലാമിൻ്റെ സാങ്കേതിക പ്രയോഗമുണ്ട്. ജാഹിലിയത്ത് എന്താണ്? ജാഹിലിയത്തിൽ നിന്നാണ് ഉമർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ജാഹിലിയത്തിൽ നിന്നാണ് സഹാബികൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. എന്താണ് ജാഹിലിയത്ത്? ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കാലത്ത് അവസാനിച്ചു പോയ ഒരു കാലഘട്ടത്തിൻ്റെ പേരല്ല. ഏത് നിമിഷവും ആവർത്തിക്കാവുന്ന ഒരവസ്ഥയുടെ പേരാണ്. അത് തീർന്നുപോയ ഒരു കാലഘട്ടത്തിൻ്റെ പേരല്ല, ആവർത്തിക്കാവുന്ന ഒരു അവസ്ഥയുടെ പേരാണ്. എൻ്റെ നാവിൽ ഹറാമുകളുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ നാവിൽ ജാഹിലിയത്ത് ബാക്കിയുണ്ട് എന്നാണ്. എൻ്റെ കീശയിൽ ഹറാമുകളുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ കീശയിൽ, എൻ്റെ സമ്പാദ്യത്തിൽ ജാഹിലിയത്ത് ബാക്കിയുണ്ട് എന്നാണ്. എൻ്റെ സൗഹൃദങ്ങളിൽ, എൻ്റെ ചാറ്റിങ്ങിൽ, എൻ്റെ പെരുമാറ്റത്തിൽ, എൻ്റെ പ്രവർത്തനങ്ങളിൽ ഇനിയും ഹറാമുകൾ ബാക്കിയുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ ഇനിയും ജാഹിലിയത്ത് ബാക്കിയുണ്ട് എന്നാണ്.
അപ്പം ജാഹിലിയത്ത് തീർന്നു പോയ ഒരു കാലഘട്ടത്തിൻ്റെ പേരാണോ? അല്ല, ഏത് നിമിഷവും ആവർത്തിക്കാവുന്ന ഒരവസ്ഥയുടെ പേരാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം എത്യോപ്യയിൽ നിന്ന് അറേബ്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ട ഒരു നീഗ്രോ വംശജനായിരുന്നു. ഒരു സഹാബിയോട് സംസാരിക്കുന്നതിനിടയിൽ വക്കാണത്തോളം എത്തിയ ആ സംസാരത്തിനിടക്ക് ആ സഹാബി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. എന്ത് വിളിച്ചു? കറുത്ത പെണ്ണിൻ്റെ മകനെ എന്ന് വിളിച്ചു. കറുത്ത പെണ്ണിൻ്റെ മകനെ. ഇത് കേട്ടു സ്നേഹസാഗരമായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ ആ സഹാബിയോട് പറഞ്ഞത് എന്താണെന്നറിയോ? റസൂൽ ഇത്ര മാത്രമാണ് പറഞ്ഞത്: താങ്കളിൽ ഇനിയും ജാഹിലിയത്ത് ബാക്കിയുണ്ട്. താങ്കളിൽ ഇനിയും ജാഹിലിയത്ത് ബാക്കിയുണ്ട്. ശരി, ആ ജാഹിലിയത്തിൽ നിന്നുള്ള വെളിച്ചത്തിലേക്കുള്ള പ്രവേശമാണ് ഒരാളുടെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവ്. അതാണ് ഉമറിൻ്റെ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പേരക്കുട്ടിയുണ്ട്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ പേരും അലി എന്നാണ്. പക്ഷേ ആളുകൾ അദ്ദേഹത്തെ വിളിച്ചത് സജ്ജാദ് എന്നായിരുന്നു. അത്രയും നിസ്കാരങ്ങളിലും മറ്റു ശ്രദ്ധയുള്ള ഒരു സച്ചരിതനായ സത്യവിശ്വാസിയായിരുന്നു. സൈനുൽ ആബിദീൻ എന്നാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. പേരതല്ല, ആളുകൾ കൊടുക്കുന്ന വിളിപ്പേരുകളാണ്, ഗുണങ്ങൾ കൊണ്ട് ആളുകൾ നൽകുന്ന പേരാണ്. ശരി, ചെറിയ കച്ചവടമായിരുന്നു അദ്ദേഹത്തിൻ്റെ വരുമാനം. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിനെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് പുറകിലൊരു തഴമ്പ് കണ്ടു, ചെറിയൊരു തഴമ്പ്, എന്തോ ഏറ്റിയതുപോലുള്ളൊരു തഴമ്പാണ്. അപ്പോൾ ഭാര്യയും മക്കളുമാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ പരസ്പരം ചോദിക്കുകയാണ്, ഇതെന്ത് തഴമ്പാണ്? എന്തോ ഭാരം വഹിച്ചതുപോലുള്ള തഴമ്പാണല്ലോ. മക്കൾക്കറിയില്ല, ഉമ്മാക്കറിയില്ല, ആർക്കും അറിയില്ല. അദ്ദേഹത്തെ മറവ് ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ആ നാടിൻ്റെ കുറച്ചപ്പുറത്തുള്ളൊരു ചെറിയ പ്രദേശം, അവിടുന്ന് പാവപ്പെട്ട ആളുകൾ ഈ പ്രദേശത്തേക്ക് വന്നിട്ട് യാചിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഭക്ഷണമില്ല, അധ്വാനിക്കാൻ പോകാൻ പറ്റുന്ന ആരും ഞങ്ങളുടെ വീട്ടിലില്ല, ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഇത്രയും കാലം നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടിയത്? അപ്പോൾ അവർ പറഞ്ഞു, എല്ലാ ശനിയാഴ്ചയും രാത്രി ഞങ്ങളുടെ വീടിൻ്റെ പടിക്കൽ ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് ഒരാൾ അവിടുന്ന് പോവാറുണ്ട്. ആരായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. മുഖം കാണാൻ ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതാരായിരുന്നു എന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് അയാൾ വരാറില്ല എന്ന് പറഞ്ഞു. ആ തഴമ്പായിരുന്നു അത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരൊക്കെ മറച്ചു വെക്കുന്നത് അവരുടെ നന്മകളാണ്. നമ്മളൊക്കെ മറച്ചു വെക്കാറുള്ളത് നമ്മുടെ തിന്മകളാണ്. മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരാൾ, ഒരു സാംസ്കാരിക രംഗത്ത് ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരാൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഫീൽഡ് മേഖല അത്ര നല്ലൊരു മേഖലയല്ല എന്നതാണ് പേര് പറയാതിരിക്കാനുള്ള കാരണം. ശരി, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി പറഞ്ഞ ഒരു അനുഭവമാണ്. അദ്ദേഹം മരണപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മേശ പരിശോധിക്കുന്ന സമയത്ത് കുടുംബം കണ്ട ഒരു കാഴ്ചയുണ്ട്. എന്താണ്? പത്രങ്ങളിലൊക്കെ ഇവരെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് പരസ്യങ്ങൾ വരാറില്ലേ? കനിവുള്ളവരെ ഞങ്ങളെ സഹായിക്കണമേ എന്നൊക്കെ പറഞ്ഞ് പാവം കുടുംബങ്ങളുടെ ഫോട്ടോ കാണാം. അങ്ങനെയുള്ള ഫോട്ടോകൾ മുഴുവൻ അദ്ദേഹം വെട്ടിയെടുത്തിട്ട് അതിലെ അഡ്രസ്സിലേക്ക് പൈസ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അതിൻ്റെ എമ്മോ കാർഡുകളാണ് ആ മേശയിൽ നിന്ന് ഒരുപാട് കിട്ടിയത് എന്ന് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ ഒരു നന്മ നമ്മുടെ കുടുംബം അറിയുന്നത് എത്രമേൽ മഹത്തരമായൊരു കാര്യമാണ്. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ ഒരു നന്മ നമ്മുടെ കുടുംബം അറിയുന്നു. അവർ പോലും അറിയാതെ നമ്മൾ ചെയ്തു വെച്ച ഒരു നന്മ. മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരാൾ, വളരെ സമ്പന്നനായ ഒരാൾ, അദ്ദേഹം പറഞ്ഞൊരു അനുഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മ മരിച്ചു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊരു ഹിന്ദു സഹോദരി, ഒരു അമ്മ വന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണണം അമ്മക്ക്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് എന്തെങ്കിലും സഹായം ചോദിച്ചിട്ട് വന്നതാണ്. അതിനാണ് സാധാരണ ആളുകൾ അങ്ങോട്ട് വരാറുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും കൊടുത്തു വിട്ടേക്ക്. അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ മതി എന്നത്. അമ്മ വീണ്ടും ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹം അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം ഉമ്മ മരിച്ചതിൻ്റെ വിഷമത്തിലിരിക്കുകയാണ്.
അപ്പോൾ അമ്മ ഇദ്ദേഹത്തെ കണ്ട് കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ആ അമ്മ ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഒരു മാല വെച്ച് കൊടുത്തു. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കെന്തിനാണ് അമ്മേ മാല? അമ്മ എടുത്തോളൂ, എനിക്ക് വേണ്ട. അപ്പം അമ്മ പറഞ്ഞു, ഇതെൻ്റെ മാലയല്ല, നിങ്ങളുടെ മാലയാണ്. എൻ്റെ മാലയോ? നിങ്ങളുടെ ഉമ്മയുടെ മാലയാണ്. എൻ്റെ പേരക്കുട്ടിക്ക് കല്യാണം ആയ സമയത്ത് ഞാനിവിടെ സഹായം ചോദിച്ചു വന്നു. നിങ്ങളുടെ ഉമ്മയോട് സഹായം ചോദിച്ചു. ഉമ്മ പറഞ്ഞു, എൻ്റെ മക്കളാരും ഇവിടെ ഇല്ല, എൻ്റെ കയ്യിൽ പൈസ ആയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മാലയോ വളയോ അത് ഊരിയിട്ട് ആ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്തെങ്കിലും ചെയ്തിട്ട് നീ പൈസ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിൽ നിങ്ങളുടെ ഉമ്മ തന്നിട്ടുള്ള ആഭരണമാണ് എന്ന് പറഞ്ഞ് ആ അമ്മ കല്യാണം കഴിഞ്ഞ് കടങ്ങൾ തീർന്ന് അത് തിരിച്ചെടുത്ത് ഇദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇത് പറഞ്ഞ് ഇദ്ദേഹം കരയുകയാണ്. നമ്മൾ ചെയ്ത ഒരു നല്ല കാര്യം, ഒരു നല്ല അമല് നമ്മുടെ കാലശേഷം നമ്മുടെ പ്രിയപ്പെട്ടവർ അറിയുക എന്ന് പറയുന്നത് എത്ര മഹത്തരമായൊരു കാര്യമായിരിക്കും. നേരെ തിരിച്ചാണെങ്കിലോ, നമ്മൾ ചെയ്ത ഒരു തിന്മയാണ് നമ്മുടെ കുടുംബം അറിയുന്നത് എങ്കിൽ എത്ര അപമാനിതനായി പോകും നമ്മൾ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ മരണശേഷം നമ്മുടെ ഫോൺ പരിശോധിക്കുന്ന, നമ്മുടെ കത്തുകൾ പരിശോധിക്കുന്ന, നമ്മുടെ ഇൻ്റർനെറ്റ് പരിശോധിക്കുന്ന, നമ്മുടെ കുടുംബത്തിനെ കാണാൻ കഴിയുന്നത് സുഖകരമല്ലാത്ത കാര്യങ്ങളാണ് എങ്കിൽ എത്ര അപമാനകരമായൊരു ഓർമ്മയായിട്ടായിരിക്കും അവരുടെ മനസ്സിൽ നമ്മൾ ബാക്കിയായി കിടക്കുക, അല്ലേ? ശരി, ഈ അകത്തേക്കുള്ള ആലോചനയാണ് റമദാൻ നൽകുന്ന സുപ്രധാനമായ പാഠം. ഇസ്ലാമിൻ്റെ വെളിച്ചത്തിലേക്കുള്ള കടന്നുവരവാണത്. അള്ളാഹു നമുക്ക് എന്തൊരു അനുഗ്രഹം തന്നിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം അമലുകൾ ചെയ്യാനാണ്, അല്ലാതെ അതിന് വേറെ ലക്ഷ്യമൊന്നുമില്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, അംഫിഖൂ മിമ്മാ റസഖ്നാകും, അംഫിഖൂ മിമ്മാ റസഖ്നാകും. നമ്മൾ ഈ ആയത്ത് പറയാറുള്ളത് എപ്പോഴാണ്? സമ്പത്ത് ചെലവഴിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴാണ്, സ്വതക്ക കൊടുക്കേണ്ടതിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴാണ്. സമ്പത്തിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ ആ ആയത്തിൽ? ഒന്നും പറഞ്ഞിട്ടില്ല. ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്ക് അള്ളാഹു എന്താണോ തന്നത് അതിൽ നിന്ന് ചെലവഴിക്കുക. ആയുസ്സാണോ തന്നത്? അത്. ആരോഗ്യമാണോ തന്നത്? അത്. സമയമാണോ തന്നത്? അത്. കണ്ണാണോ തന്നത്? കാണുക. കാതാണോ തന്നത്? കേൾക്കുക. സാന്നിധ്യമായി കൂട്ടിരിക്കുക, ഒന്ന് താങ്ങിപ്പിടിക്കുക, ഒന്ന് കൈപിടിക്കുക. അതിനാണ് ഇതൊക്കെ തന്നത്. നമുക്ക് കൈയില്ലേ ഇങ്ങനെ അനക്കാൻ പറ്റുന്ന കൈ, ചലിപ്പിക്കാൻ പറ്റുന്ന കാലില്ലേ, കാണാൻ പറ്റുന്ന കണ്ണില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഒന്ന് ബാത്റൂമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സഹായിയെ കാത്തിരിക്കുന്ന 85,000-ലേറെ വരുന്ന ആളുകൾ കേരളത്തിലുണ്ട് എന്നാണ് നമ്മുടെ സോഷ്യൽ വെൽഫെയർ മിനിസ്ട്രി പുറത്തുവിട്ട കണക്ക്. 100,000-ഓളം ആളുകൾക്ക് രാവിലെ കിടക്കയിൽ നിന്നൊന്ന് എഴുന്നേറ്റിട്ട് ബാത്റൂമിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ഇങ്ങനെ ഒരു മനുഷ്യന് എഴുന്നേറ്റിരിക്കാൻ നമ്മുടെ ഈ കൈകൾ കൊണ്ട് സഹായിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നതാണ്. അങ്ങനെ ഒരു മനുഷ്യന് മരുന്ന് കൊടുക്കാൻ നമ്മുടെ ഈ കൈകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്നാണ്. അങ്ങനെ ഒരു മനുഷ്യനെ പോയി ഒന്ന് കാണാൻ നമ്മുടെ ഈ കണ്ണുകൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ്. പിന്നെ എന്തിനാണിത് തന്നത്? 35,000-ലേറെ വരുന്ന കുട്ടികൾക്ക് കണ്ണ് കാണില്ല എന്ന് പറയുന്നു. അച്ഛനെ, അമ്മയെ, വാപ്പയെ, ഉമ്മയെ ഒന്ന് കണ്ടിട്ടില്ലാത്ത കുട്ടികളുണ്ട്. അങ്ങനെ ഒരു കുട്ടിയെങ്കിലും ഒരു ചുവട് നടക്കാൻ നമ്മൾ കാരണം സഹായകമായിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതാണ് അംഫിഖൂ മിമ്മാ റസഖ്നാകും. ഒരനുഗ്രഹം അല്ലാഹു തരുമ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ കൂടെ ഒരു മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പിൽ എന്താണ് എഴുതി വച്ചിട്ടുള്ളത്? ആ മുന്നറിയിപ്പിൽ എഴുതി വച്ചിട്ടുള്ളത്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഇതിനെക്കുറിച്ച് ചോദിക്കും കേട്ടോ. ഈ അനുഗ്രഹത്തെക്കുറിച്ച് ചോദിക്കുവാനാണ് ഈ അനുഗ്രഹം തരുന്നത് എന്നാണ് ഓരോ അനുഗ്രഹത്തിൻ്റെ കൂടെയുമുള്ള മുന്നറിയിപ്പ്. സ്വഹാബികൾ ഇത് മനസ്സിലാക്കിയവരായിരുന്നു. അവരടങ്ങിയിരുന്നിട്ടില്ലായിരുന്നു. നന്മകളാൽ സമൃദ്ധമായിരുന്നു ജീവിതം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, അള്ളാഹുവേ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം നിന്നെ കണ്ടുമുട്ടുന്ന സമയമാകണമെന്ന് ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നേരം നിന്നെ നിന്നെ കാണുന്ന ആ സമയമാകണമേ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം എൻ്റെ ആയുസ്സിൻ്റെ അവസാന കാലമാകണമേ. എൻ്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും നല്ല ഭാഗം
അതിന്റെ അവസാനത്തെ ഭാഗമാക്കണമേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. ശരി, ആമിർ ബിൻ അബ്ദുല്ല റഹിമഹുല്ലയെ കുറിച്ച് ഒരു ചെറിയ സംഭവം കൂടി പറയാം. അദ്ദേഹം അസുഖബാധിതനായി മരണക്കിടക്കയിൽ കിടക്കുന്ന മറ്റൊരു സന്ദർഭമാണ്. അതേ സന്ദർഭത്തിലാണ് നിസ്കാരത്തിന് വേണ്ടിയുള്ള അവസാനത്തെ പോക്കുണ്ടായത്. അതിന്റെ തൊട്ടു നിമിഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംസാരം ഇങ്ങനെയാണ്: അദ്ദേഹം കരയുന്നുണ്ട് എന്നാണ്. അദ്ദേഹം വല്ലാതെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിതുമ്പി വിതുമ്പി കരയുകയാണ്. അപ്പൊ കൂടെ നിൽക്കുന്ന ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഇത്ര കരയുന്നത്? മരണത്തെ ഇത്രയും പേടിയാണോ നിങ്ങൾക്ക്? ആമിർ, സുഹൃത്തുക്കൾ ചോദിച്ചു, മരണത്തെ ഇത്രയും പേടിയാണോ നിനക്ക്? അപ്പൊ അദ്ദേഹം പറയാണ്, മരണത്തെക്കുറിച്ചുള്ള പേടിയുണ്ടോന്നല്ല ഞാൻ കരയുന്നത്, ജീവിതത്തെക്കുറിച്ചുള്ള വലിയൊരു ആഗ്രഹം കൊണ്ടുമല്ല കരയുന്നത്, ഇവിടെ കുറച്ചു കാലം കൂടി ജീവിക്കാനുള്ള പൂതി കൊണ്ടുമല്ല. ഞാൻ കരയുന്നതിന്റെ കാരണം ഇവിടുന്ന് പോയാൽ കൊണ്ടുപോകാൻ എന്റെ കയ്യിൽ കാര്യമായി ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞതാണത്. ഇവിടുന്ന് പോകുമ്പോൾ എന്റെ കയ്യിൽ കൊണ്ടുപോകാൻ കാര്യമായി ഒന്നുമില്ല, അതാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ആ യാത്രയാണ് അള്ളാഹുവിനെ. മരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ്. കാരണം അള്ളാഹുവിനെ കാണാനുള്ള ജീവിതത്തിൽ ഏറ്റവും നല്ല അഭിലാഷം സാക്ഷാത്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മരണം സംഭവിച്ചേ തീരൂ. ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് മരണം. ജനനത്തെക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് മരണം. ജനനത്തെക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് മരണം. മരണത്തെ ഒരാൾ നിഷേധിക്കുന്നില്ല. നമ്മുടെ ഇടയിൽ നിന്ന് ആളുകൾ പിടഞ്ഞു വീഴുന്നു. കുഴഞ്ഞു വീണു മരിക്കുക എന്ന് ഉണ്ട് ചില പത്രങ്ങളിൽ. കുഴഞ്ഞു വീണ് മരിച്ചു. കുഴഞ്ഞു വീണിട്ടൊരു മരണമൊന്നുമില്ല, മരിച്ചു വീഴുകയാണ്. കുഴഞ്ഞു വീണിട്ട് എങ്ങനെ മരിക്കുക? ഞാൻ ചില നമ്മുടെ സുഹൃത്തുക്കളായ ഡോക്ടർമാരോട് ചോദിച്ചു, കുഴഞ്ഞു വീണിട്ട് മരിക്കുമോ? അവർ പറഞ്ഞില്ല, മരിച്ചു വീഴണത്, മരിച്ചു വീഴുകയാണ്. കഴിഞ്ഞ ദിവസം എന്റെ പ്രിയപ്പെട്ട ഒരമ്മാവൻ മരണപ്പെട്ടു. ഇന്നലെ തിരുരങ്ങാടി PSMO കോളേജിൽ ധാരാളം വർഷം അദ്ദേഹം ലൈബ്രറിയനായി ജോലി ചെയ്തിരുന്നു. നല്ല മനുഷ്യപ്പറ്റുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഒരുപാട് ആളുകളുമായി നല്ല ബന്ധം. ഹരിജനങ്ങളായ ആളുകൾ പോലും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായിരുന്നു. ഇങ്ങനെ ഒരു നല്ല ജീവിതം നയിച്ച പ്രിയപ്പെട്ട ഒരു ഗുരുനാഥൻ കൂടിയായിരുന്നു എനിക്ക് അദ്ദേഹം. അദ്ദേഹത്തിന്റെ 2 ഭാര്യമാരാണ്. ആദ്യത്തെ ഭാര്യ എത്രയോ കാലമായി രോഗം കൊണ്ട് വലയാണ്. എത്രയോ കാലമായിട്ട് രോഗമാണ്. ഇതുവരെ മക്കളൊന്നും ഉണ്ടായിട്ടില്ല ആ ഭാര്യയിൽ. അപ്പൊ ആ ഭാര്യ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഭർത്താവിനോട് കല്യാണം കഴിക്കാൻ പറഞ്ഞ് പിന്നെ ഈ 2ാമത്തെ ഭാര്യയിലാണ് കുട്ടികൾ ഉണ്ടായത്. അവരൊക്കെ ചെറിയ കുട്ടികൾ, വിദ്യാർത്ഥികളാണ്. ഒരുപാട് വൈകിയിട്ടാണ് അദ്ദേഹത്തിന് മക്കളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോ ഈ 1ാമത്തെ ഭാര്യ എത്രയോ വർഷങ്ങളായി, ഒരു 10ഓ 40ഓ കൊല്ലമായിട്ട് രോഗം കൊണ്ട് വലയുന്ന ഒരുപാട് അസുഖങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തെ അവസാന കാലത്ത് നോക്കിയത്, കൂടെ നിന്നത്, മരുന്ന് കൊടുത്തത് ഈ ഭാര്യയായിരുന്നു. ആദ്യം വിട പറഞ്ഞത് ഭർത്താവായിരുന്നു. ആ ഭർത്താവിന് അവസാനം വെള്ളം കൊടുക്കാൻ 40 കൊല്ലമായി രോഗിണിയായി കഴിയുന്ന ആ ഭാര്യയുണ്ട്. വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹൈനം മിൻ അദ്ദഹർ വകം മിൻ ഫതാ യുംസി വയുസ്ബിഹു ലാഹിയ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്രയെത്ര ആരോഗ്യമുള്ള ആളുകളാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. എത്രയെത്ര രോഗമുള്ള ആളുകളാണ് എത്രയോ കാലം പിന്നെയും ജീവിക്കുന്നത്. എത്രയെത്ര ചെറുപ്പക്കാരാണ് രാവിലെയാകുന്നു വൈകുന്നേരമാകുന്നു അവരങ്ങനെ ജീവിക്കുന്നു. വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. അവന്റെ കഫൻ പുടവ തൊട്ടപ്പുറത്ത് റെഡിയായിട്ടുണ്ട് എന്ന കാര്യം അവൻ ആലോചിക്കുന്നില്ലല്ലോ. ഇതാണ് മരണം. ഒറ്റ ആയത്തുണ്ട്, അത് സൂറത്തുൽ ഫാത്തിറിലെ ഒരായത്താണ്. അള്ളാഹു വിശുദ്ധ ഖുർആൻ നമ്മൾ എടുത്തു നോക്കിയാല് മൊത്തം മനുഷ്യരെ 3 കൂട്ടരാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് അസ്സാബിഖൂൻ അല്ലെ, ആദ്യകാലം മുതലേ ഈമാനിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന ആളുകളാണ്. 2ാമത്തെ കൂട്ടരാരാണ്?
രണ്ടാമത്തെ കൂട്ടര് അസ്ഹാബുൽ മൈമന അല്ലെങ്കിൽ അസ്ഹാബുൽ യമീൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികളാണ് അവർ. മൂന്നാമത്തെ കൂട്ടര് അസ്ഹാബുൽ മശ്അമ, അസ്ഹാബുൽ ശിമാൽ, അവര് ധിക്കാരികളാണ്, എതിർപക്ഷമാണ്, തടസ്സം സൃഷ്ടിക്കുന്നവരാണ്, ഇസ്ലാമിന്റെ വരവിന് എതിര് നിൽക്കുന്നവരാണ്. ഇസ്ലാം എന്തായാലും വരും, അതാർക്കും തടയാൻ കഴിയില്ല. തടയാൻ കഴിയില്ല എന്ന് അവർക്കും അറിയാം. പക്ഷെ ആ വരവ് കുറച്ച് വൈകിക്കാൻ അവരെ കൊണ്ട് കഴിയും. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാ. ഇസ്ലാമിന്റെ വരവ് തടയാൻ കഴിയില്ല എന്ന് അവർക്കൊക്കെ അറിയാം. അസ്ഹാബുൽ മശ്അമ ലോകത്തെല്ലാ കാലത്തും ആവർത്തിക്കുന്ന ഒരു സമൂഹമാണ്. ആവർത്തിക്കുന്ന ഒരു സമൂഹം. ഇസ്ലാമിന്റെ വരവ് തടയാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. പക്ഷെ ആ വരവ് കുറച്ച് വൈകിക്കാൻ അവരെ കൊണ്ട് കഴിയും. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അതാണ് മനുഷ്യരെ 3 കൂട്ടരാക്കിയിട്ട് തിരിച്ചത്. ഇനി സത്യവിശ്വാസികളെ 3 കൂട്ടരാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ അനുയായികളെ 3 കൂട്ടരായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് സൂറത്തുൽ ഫാത്തിറിലെ വചനം. ഏതാണത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹ്. വലഖദ് ഔറസിനൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ വമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ് വമിൻഹു സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. ഇതാണ് 3 കൂട്ടര്. ഒന്നാമത്തെ കൂട്ടര് വലഖദ് ഔറസിനൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ. എന്താണത്? ഈ വിശുദ്ധ ഖുർആൻ അനന്തര സ്വത്തായി കൊടുത്ത വിഭാഗം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ. ഈ മുസ്ലിങ്ങളുടെ കൂട്ടത്തില് ഒന്നാമത്തെ വിഭാഗം ളാലിമുൻ ലിനഫ്സിഹി, അക്രമം ചെയ്യുന്നവരാണ്. അവർ സത്യനിഷേധികളാണോ? അല്ല. അവർ കാഫിറുകളാണോ? അല്ല. കാഫിർ എന്ന് പറഞ്ഞാൽ അമുസ്ലിങ്ങൾ എന്നല്ല. അമുസ്ലിങ്ങൾ എന്നതിന് ഗൈർ മുസ്ലിമീൻ എന്നാ പറയാം. കാഫിർ എന്ന് പറഞ്ഞാൽ ഒരു സത്യം മനസ്സിലായിട്ട് അതിനെ തടയാൻ വേണ്ടിയിട്ട് ശത്രുക്കളുടെ കൂടെ നിൽക്കുന്നവർ, അതാണ് കാഫിർ. അവരാണോ? അല്ല. മുനാഫിക്കുകളാണോ? അല്ല. ഇവര് വലഖദ് ഔറസിനൽ കിതാബൽ, ഈ കിതാബിന്റെ വിശുദ്ധ ഖുർആനിന്റെ അനന്തരാവകാശികൾ തന്നെയാണ്. പക്ഷേ ഇവരുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ഒരു വിഭാഗം ളാലിമുൻ ലിനഫ്സിഹി, അക്രമം ചെയ്യുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം വമിൻഹും മുഖ്തസിദ്, ഒരു ആവറേജ് ഭക്തിയുള്ള ആളുകളാണ്. ഒരു ആവറേജ് ഭക്തിയുള്ള ആളുകൾ. മൂന്നാമത്തെ വിഭാഗമോ? മൂന്നാമത്തെ വിഭാഗം സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നിൽ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപാട് അമലുകൾ സമ്പാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ. ഈ 3 കൂട്ടരും ആരുടെ കൂടെയുണ്ട്? മുസ്ലിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതൊരു പ്രസ്ഥാനത്തിലും കാണാം ഇത്, എല്ലാ വിഭാഗങ്ങളിലും കാണാം ഇത്. ഒരു വാഹനം കയറ്റം കയറുന്ന സമയത്ത് തള്ളാൻ കുറച്ചാളുകൾ ഉണ്ടാവുള്ളൂ. കാരണം അത് നല്ല അധ്വാനമുണ്ട്. കുറച്ചാളുകളാണ് കയറ്റം കയറുന്നിടത്ത് തള്ളുക. പിന്നെ അതൊന്ന് നിരപ്പിലെത്തിക്കഴിഞ്ഞാൽ കുറെ ആളുകളുണ്ടാവും. കാരണം പിന്നെ തള്ളൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ടുകൊടുത്താൽ മതി. അത് ഇറക്കത്തിലെത്തിയാലോ പിന്നെ അതിന്റെ കൂടെ നമ്മൾ പായേണ്ടി വരും, തള്ളേണ്ടി വരൂല. അതാണ് അസ്സാബിഖൂൻ. അസ്സാബിഖൂൻ കയറ്റത്തിൽ വണ്ടി ഉന്തിയ ആളുകളാണത്. വമിൻഹും മുഖ്തസിദ്, അവർ നിരപ്പിലെത്തിയപ്പോ വണ്ടി ഉന്താൻ കൂടിയ ആളുകളാണ്. ളാലിമുൻ ലിനഫ്സിഹി, അവരുമുണ്ട് ഈ കൂട്ടത്തിൽ. നിങ്ങളൊന്ന് ഓർക്കണം, ഈ 3 കൂട്ടരെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് ആരെ കുറിച്ചാണെന്നറിയോ? ഈ ളാലിമുൻ ലിനഫ്സിയെ കുറിച്ചാണ്. ഏറ്റവും മോശപ്പെട്ട ആളുകളെ കുറിച്ചാണ് ഒന്നാമതായി പറഞ്ഞത്. അതെന്തുകൊണ്ടായിരിക്കും നമുക്കറിയില്ല. അത് അള്ളാഹുവിന്റെ ഹിക്മത്താണ്. പക്ഷെ നമുക്കൊരു കാര്യം ആലോചിക്കാം, ലോകത്ത് ഏറ്റവും കൂടുതൽ എല്ലാ കാലത്തും അവരായിരിക്കും. ഒരാദർശമൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അവരുടെ ചില താല്പര്യങ്ങളുണ്ടാവും. ആ താല്പര്യങ്ങളുടെ അപ്പുറത്ത് അവർക്കൊരാദർശവുമില്ല, അവർക്കൊരാശയത്തിനും പ്രാധാന്യമില്ല. അവരുടെ മോഹങ്ങള്, അവരുടെ താല്പര്യങ്ങള്, അവരുടേതായ അജണ്ടകള്, അതിനപ്പുറത്തേക്ക് ആലോചിക്കാൻ കഴിയാത്ത ആളുകൾ. അവർക്കറിയാം, ആദർശത്തെ അവർക്കറിയാം, ആശയം അതാണ് എന്നവർക്കറിയാം. പക്ഷെ സ്വന്തത്തിലൊരു വിഷയം വരുമ്പോ അവരുടെ താല്പര്യത്തിനപ്പുറത്തേക്ക് ആലോചിക്കാൻ പോലും അവരെ കൊണ്ട് കഴിയില്ല. നാട്ടാചാരങ്ങളുടെ അപ്പുറത്തേക്ക്, കുടുംബത്തിന്റെ താല്പര്യങ്ങളുടെ അപ്പുറത്തേക്ക്, മാതാപിതാക്കളുടെ ചില താല്പര്യങ്ങളുടെ അപ്പുറത്തേക്ക്, ഭാര്യ പറയുന്നതിനപ്പുറത്തേക്ക്, ഭർത്താവ് പറയുന്നതിനപ്പുറത്തേക്ക്, മക്കളുടെ താല്പര്യങ്ങളുടെ അപ്പുറത്തേക്ക് ഒരാദർശവും സ്വാധീനിക്കാത്ത ആളുകളാണ്. എന്നാൽ അവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല അള്ളാഹു.
അങ്ങനെ ചില ആളുകളുണ്ട് എന്ന് പറഞ്ഞു. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുന്ന ആളുകളുണ്ട്, ചെറിയ വിചാരണയുള്ള ആളുകളുണ്ട്, കഠിനമായ വിചാരണയുള്ള ആളുകളുണ്ട്. അതുകൂടി നമ്മൾ ആലോചിക്കണം. അവസാനം അവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കും. പക്ഷേ എത്രയോ സമയം അവരതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും. എപ്പോഴാണ് ഞങ്ങളുടെ വിചാരണ എന്ന് അവർ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്ന ഒരു ഘട്ടം വരും.